മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയെ ആക്രമിച്ച കേസിൽ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, അല്പം മുമ്പ് നൃപൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണോ, കേസിന്റെ വിശദാംശങ്ങളാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ്? തീർച്ചയായും ശരത്, ഏതായാലും രാവിലെ യൂത്ത് കോൺഗ്രസ് വലിയ അതിക്രമം തന്നെയാണ് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നേമം ഷജീർ ഉൾപ്പെടെയുള്ള 25 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 പേരാണോ പിടിയിലായത്? ഷീജ, 5 പേര് മാത്രമാണോ പോലീസ് പിടിയിലുള്ളത്? നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 5 പേർ മാത്രമാണ്. പക്ഷേ 25 പേർക്കെതിരെ കണ്ടാൽ അറിയുന്നവർ, അതായത് ഈ അക്രമമൊക്കെ സംഘടിപ്പിച്ച് ബാക്കി നേതാക്കളൊക്കെ മുങ്ങിയോ? തീർച്ചയായും ശരത്ത്, ഈ 5 പേർ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ തന്നെ പരാതിയിലാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. PDPP, അതോടൊപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസുകാരെ അതിക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിനു പുറമെ മന്ത്രിയുടെ വസതിയുടെ ഗേറ്റ് അത് തകർത്തു. അത് ഏകദേശം 28,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതും FIR-ൽ പറയുന്നുണ്ട്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 4 പോലീസുകാരെയാണ് കയ്യേറ്റം ചെയ്തതെന്നും FIR-ൽ പറയുന്നുണ്ട്. 4 പോലീസുകാരാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 5 പേര് വെറും പ്രവർത്തകർ മാത്രമാണോ? പിടിയിലായ 5 പേർ പ്രവർത്തകരാണോ? നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ അതിൽ 5 പേരിൽ? അതോ നേതാക്കന്മാരെല്ലാം ഈ അക്രമമൊക്കെ സംഘടിപ്പിച്ച ശേഷം മുങ്ങിയോ, ഒളിവിൽ പോയോ? തീർച്ചയായും ശരത്ത്, നേതാക്കളൊക്കെ അക്രമമെല്ലാം നടത്തി അവിടെ നിന്നും പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു. അല്ലാത്ത സാധാരണ നിലവിലുള്ള അല്ലാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള 5 പേരെന്ന് പറയുന്നത് ശരത്ത്.